ഗൈസ്. അപ്പം ഞങ്ങൾ ആക്റ്റീവ് പ്ലാനറ്റിലേക്ക് പോവാണ് ഗൈസ്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് ഇനി ബാക്കിയൊക്കെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അങ്ങനെ ഞങ്ങൾ ആക്റ്റീവ് പ്ലാനറ്റിൽ എത്തിയിട്ടോ. ഇതാണ് ആക്റ്റീവ് പ്ലാനറ്റ്. അപ്പോൾ ഗൈസ് നമ്മളിതാ ആക്റ്റീവ് പ്ലാനറ്റിലാണ് ഗൈസ് നമ്മളുള്ളത്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ചുറ്റി നടന്ന് കണ്ടിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. അടിപൊളി ഒരു പ്ലേസാണ്. വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നിങ്ങളൊക്കെ എന്തായാലും വന്ന് കണ്ട് തന്നെ അറിയണം. അത്ര മനോഹരമാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഒരു വെയിലും ഇല്ല, നല്ല ഒരു സുഖമുള്ള അന്തരീക്ഷം ഇവിടെ വന്നപ്പോൾ. ഇത് കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ, എൻട്രൻസിൻ്റെ ഭാഗത്താണ് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് റൈഡുകളുണ്ട് കേട്ടോ. മക്കളെപ്പോഴും പറയലാണ് വെക്കേഷൻ എവിടെയും കൊണ്ടുപോവില്ല എന്ന്. എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല. ഇപ്രാവശ്യം ഉണ്ണിയേട്ടൻ ഇല്ലെങ്കിൽ ഇനി ഉണ്ണിയേട്ടൻ എപ്പോഴാണ് വരിക എന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വേണ്ടില്ല വെച്ചിട്ട് മക്കളെയും കൂട്ടി പോയതാണ് കേട്ടോ ഞങ്ങൾ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വെള്ളം, ജ്യൂസ്, പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഐറ്റംസൊക്കെ വാങ്ങാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. എൻ്റെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബുൾഡോസർ പാർക്കാണ് കേട്ടോ. എന്തൊരു രസമാണല്ലേ. സത്യം പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഞാനും ഇതിലൊക്കെ കളിച്ചിട്ടോ. എനിക്കും എന്താ പറയുക, ചെറുപ്പത്തിൽ ഇതൊന്നും കളിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ ഇതിലൊന്ന് കയറണമെന്ന്. ഞാൻ വീഡിയോ ഒക്കെ കാണുമ്പോൾ വിചാരിക്കലുണ്ട് ഇതിലൊന്ന് കയറി കളിച്ച് നോക്കണം കേട്ടോ. എന്തായാലും അവിടെയുള്ള കുട്ടി അതൊക്കെ പറഞ്ഞു. പിന്നെ ഇങ്ങനത്തെ റൈഡിലൊന്നും എനിക്ക് കയറാൻ പറ്റൂല കേട്ടോ. കയറി കഴിഞ്ഞാൽ എനിക്ക് തല ഇറങ്ങും, ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിൽ കയറിയില്ല. പക്ഷെ എൻ്റെ മോൻ എല്ലാ റൈഡിലും കയറി എൻജോയ് ചെയ്തിന് കേട്ടോ. ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് ഒരു 7:40 പോയിട്ട് അവിടെ എത്തിയത് ഒരു 11 മണിക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് അത്യാവശ്യം യാത്ര ഉണ്ട് കേട്ടോ. കോഴിക്കോട് നിന്ന് കണ്ണൂരിൽ നിന്നൊക്കെ എളുപ്പമാണ് കേട്ടോ. കോഴിക്കോടുള്ള ആൾക്കാർക്കും കണ്ണൂരുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇങ്ങോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങളൊക്കെ ഇതിൽ എന്തായാലും കളിക്കണം കേട്ടോ. എല്ലാവർക്കും കളിക്കാൻ പറ്റും. വലിയൊരു ചെറിയൊരു ഒന്നുമില്ല കേട്ടോ. എല്ലാവർക്കും ഇതിൽ കയറാൻ പറ്റും കേട്ടോ. പാർക്ക് ഓപ്പൺ ചെയ്യണ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിക്കാണ്. 10 മണി തൊട്ടിട്ട് രാത്രി 9 മണി വരെ അവിടെ ഒരുപാട് പ്രോഗ്രാംസും ഒരുപാട് കാര്യങ്ങൾ എൻജോയ് ചെയ്യാണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ നമുക്ക് എങ്ങോട്ടും പോരേണ്ട ആവശ്യം ഉണ്ടാവില്ല. മക്കളെയൊക്കെ കൂട്ടി പോയാണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് പോരാൻ പ്രയാസമാണ് കേട്ടോ. അത്രയ്ക്ക് കളിക്കാനുള്ള സാധനങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. പാർക്കിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഫീസ് വരുന്നത് 200 രൂപയാണ് കേട്ടോ. പിന്നെ റൈഡുകളിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് പാക്കേജ് ഇല്ലാതെയും കയറാം. അങ്ങനെ ആകുമ്പോൾ പൈസ കൊടുക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ പാക്കേജ് എടുത്തിട്ട് കയറുകയാണെങ്കിൽ 720 രൂപയാണ് കേട്ടോ ഒരാൾക്ക് പാക്കേജിന് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ റൈഡിലും ഒരുപാട് പ്രാവശ്യം കയറാൻ പറ്റും കേട്ടോ. അതായത് ഒരു റൈഡിൽ ഇത്ര പ്രാവശ്യം ഒന്നുമില്ല. നമുക്ക് അവിടെയുള്ള ഏത് റൈഡിലും ഒരുപാട് പ്രാവശ്യങ്ങൾ കയറി ഇഷ്ടമുള്ള അത്രയും ആസ്വദിക്കുക കേട്ടോ. ചിലയിടത്തുണ്ടാവില്ലേ, ഇപ്പോൾ ഒരു പ്രാവശ്യമേ കയറാൻ പറ്റുള്ളൂ, ഒരു റൈഡിൽ ഒരു പ്രാവശ്യം അങ്ങനെയാണ് പറ്റുള്ളൂ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള അത്രയ്ക്ക് എൻജോയ് ചെയ്യുക. പിന്നെ ഇത് അവിടെ ചുറ്റോട് ഓരോരോ മൂലക്കിലും ഓരോ വലിയ ഫാന് ഫിറ്റ് ചെയ്തുകൊണ്ട് തന്നെ വെയിലുണ്ടെങ്കിലും കൂടെ ചൂടറിയില്ല കേട്ടോ. അത്രയും കാറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാ റൈഡിലും മക്കളെ കയറ്റുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ എല്ലാ റൈഡ്സിലും മക്കൾ കയറി അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ റൈഡിലൊക്കെ എയ്മീനി എയ്ഡനെയൊക്കെ ഞാൻ കയറ്റി കേട്ടോ. പിന്നെ അതാ നമ്മുടെ ബൈക്ക് റൈഡിങ് ഉണ്ട്, അതിലും മക്കളെ കയറ്റി. ഓൾക്ക് സത്യം പറഞ്ഞിട്ടല്ലോ നമ്മളെ വെക്കേഷൻ അടിച്ചു പൊളിക്കുക, മക്കളെ കൂട്ടി പോയാൽ മുതലാവും കേട്ടോ. പിന്നെ കുറേ ആൾക്കാരിനോട് ചോദിച്ചു ഇത് എവിടെയാണ് സ്ഥലം വരുന്നത് എന്ന്. നമ്മളെ കുറ്റ്യാടിയുള്ള മണിമലയിലുള്ള ആക്റ്റീവ് പ്ലാനറ്റാണ് കേട്ടോ. ഈ ഒരു പാർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു പാർക്കാണ് കേട്ടോ. ഒരു വിശാലമായ പാർക്ക് എന്ന് തന്നെ പറയാം കേട്ടോ. കിഡ്സിലൊക്കെ കയറി സമയം പോയത് അറിഞ്ഞിട്ടില്ല കേട്ടോ. നോക്കണ സമയത്ത് എയ്മിക്ക് അതിൽ കയറണ്ടായിരുന്നു, അതുകൊണ്ട് കേട്ടോ ഓള് കയറാഞ്ഞത്. ഓക്ക് അങ്ങനത്തെ ട്രെയിനിൽ അതിലൊക്കെ കയറാൻ പേടിയാണ് കേട്ടോ. പിന്നെ ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഈ ഗെയിംസൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. കുറേ നേരം മക്കൾ ഇതിലൊക്കെ കളിച്ചിട്ടുണ്ടേനി. പിന്നെ അവിടുന്ന് ഞങ്ങളൊരു പൈനാപ്പിൾ ജ്യൂസും വത്തക്ക ജ്യൂസും കുടിച്ചിട്ടുണ്ടേനി കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ നടന്ന് സമയം ഒരുപാടായിട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക കേട്ടോ. ബില്ലടിച്ചിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബില്ലടിച്ച് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമുക്ക് ഫുഡ് കിട്ടിയത്. ഫുഡായിട്ട് തന്നത് ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. ബിരിയാണി കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ് അങ്ങനെ ഫ്രൈഡ് റൈസ് വാങ്ങി കേട്ടോ. ഫ്രൈഡ് റൈസ് വാങ്ങി ഞാൻ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ മക്കൾക്ക് 2 ആൾക്കും കൂടെ ഒരു ഫ്രൈഡ് റൈസ് വാങ്ങിയിട്ട് 2 ആൾക്കും കൂടെ കൊടുക്കുക കേട്ടോ ചെയ്തത്.
ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വേഗം ഓരോ പുതിയ കുറച്ച് റൈഡ്സുകൾ വന്നിട്ടുണ്ട് അത് കാണാൻ പോയിട്ടോ. ഇത് ജെയിൻ വീലാണ്, പിന്നെ ആക്റ്റീവ് ഐ ആണ് കേട്ടോ ആ കാണുന്നത്. നമ്മുടെ യന്ത്രഊഞ്ഞാൽ പോലുള്ളൊരു സംഭവമാണ്, പക്ഷേ നല്ല സേഫ്റ്റി ഉള്ള സംഭവമാണ് കേട്ടോ. ഇതിലിരുന്ന കുറ്റ്യാടി മുഴുവൻ കാണാം. ഇതാണ് മക്കളെ റെയിൻബോ സ്ലൈഡ്. എൻ്റെ മക്കൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ ഈ റെയിൻബോ സ്ലൈഡ്. പ്രത്യേകിച്ച് എൻ്റെ മോന് ഒരുപാട് പ്രാവശ്യം ഓരതിൽ കയറി താഴോട്ട് ഇങ്ങനെ വീണ കാണാൻ തന്നെ രസം കേട്ടോ. സത്യം പറഞ്ഞെങ്കിൽ ഇതിൽ കയറണം എന്നൊക്കെ ഉണ്ട്. എനിക്ക് എന്താ പറയുക, പേടിയാണ്. എനിക്കിങ്ങനെ റൈഡ്സിൽ അങ്ങനത്തെ ഒക്കെ കയറാനൊക്കെ പണ്ടേ ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ ഇത് ഈ ആക്റ്റീവ് സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ ഫുള്ള് വെള്ളത്തിൽ കളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ മുഴുവൻ സ്വിമ്മിംഗ് പൂളും ഐറ്റംസും എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഒരുപാട് തരം റൈഡ്സ് ഉണ്ട് കേട്ടോ. വാട്ടർ റൈഡ്സ് തന്നെ ഒരുപാട് തരം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പം ഞാൻ മക്കൾക്ക് ഡ്രസ്സൊക്കെ ഞാൻ കൊണ്ടുപോയിണ്ടേനി കേട്ടോ. വാട്ടറിൽ എന്തായാലും വെള്ളത്തിൽ കളിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അക്കെടുത്ത് വെച്ചിട്ടുണ്ടേനി ബാഗിൽ കേട്ടോ. പിന്നെ എനിക്ക് പേടിയാണ്, വെള്ളത്തിലിറങ്ങാനും പേടിയാണ്. ഞാൻ ഓലെ കൂടെ അങ്ങനെ നിന്ന്. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ DJ പാർട്ടി ഉണ്ട് കേട്ടോ. വാട്ടർ ഡ്രംസ് പാർട്ടി അടിപൊളിയാണ്. ഒരുപാട് തരം റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് കഴിയണമാരൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തത്. പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ നല്ലൊരു സ്പോട്ടാണ് നിങ്ങൾ ആലോചിക്കണമെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും പറയും ആക്റ്റീവ് പ്ലാനറ്റ് എന്ന് കേട്ടോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും കേട്ടോ. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ആക്റ്റീവ് പ്ലാനറ്റിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്നോട് തന്നെ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയാണ്. ഞാൻ എല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തേക്കണേ കൂട്ടുകാരെ.